കാല് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും രണ്ട് സൈഡ്. ഷോൾ സൈഡിലേക്ക് ഒന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. സൈഡിലേക്ക് രണ്ട് സൈഡ് ഷോൾ ഹെഡ് റൊട്ടേഷൻ ചെയ്യാം. നല്ല നല്ല ആ അതെ ഓപ്പോസിറ്റ് മെല്ലെ കഴുത്ത് ആദ്യം മുന്നിലേക്കും പിന്നിലേക്കും നന്നായി ചെയ്യും. ആദ്യം മുന്നിലേക്ക് പിന്നിലേക്ക് കഴുത്തിനെ നന്നായി ചെയ്യും. മെല്ലെ മെല്ലെ ലെഫ്റ്റ് റൈറ്റ് ഹാഫ് റൊട്ടേഷൻ. ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ഹാഫ് റൊട്ടേഷൻ. നെക്സ്റ്റ് ഫുൾ ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യാം. കാല് കാണിച്ചിട്ട് ഫുൾ ബോഡി വൈബ്രേറ്റ്. ഫുൾ ബോഡി നന്നായി വൈബ്രേഷൻ. ശ്വാസം ശക്തിയായിട്ട് പുറത്തേക്ക് വിടുന്നു ചെയ്യും. കൂടെ തന്നെ ആ മൂക്കിൽ സൈഡിലേക്കൊക്കെ ബോഡി നമുക്ക് സൈഡ് കൈകൾ തന്നെ മുകളിലേക്ക് ഉയർത്തിയിട്ട് നന്നായി ഇങ്ങനെ കുടയാം. എല്ലാവരും ബോഡി ഇങ്ങനെ മെല്ലെ ടെസ്റ്റ് ചെയ്യാം. ചെറിയ രീതിയിൽ ഇങ്ങനെ അരക്കെട്ടിന് മെല്ലെ 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 ചെയ്താൽ ഓക്കെ. റിലാക്സ്. കാലുകൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഓപ്പോസിറ്റിലേക്ക് ഇങ്ങനെ മറ്റേ കാലുകൾ ഇതേപോലെ തന്നെ ബാക്കിലേക്ക് മുന്നിൽ കൈ കാണാൻ ഉള്ളിലേക്ക് കാണാൻ കൊണ്ടുപോകും. കാല് കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടേ കൈകളിങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. സെയിം സൈഡിലേക്ക് ഇതേപോലെ ഡിസ്റ്റ് ചെയ്യാം. സെയിം സൈഡ്
കാലിന്റെ മുട്ടിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് വയറ് നന്നായി ഫ്ലാറ്റ് ചെയ്യാം. പുറത്തേക്കാണ് ഊതാം. ഈ യോഗ മാറ്റിന്റെ മുന്നിൽ കയറി നിൽക്കുക. പ്രയർ പോസ്. നല്ല ശ്വാസം എടുക്കുക. കൈകൾ രണ്ടും പുറകിലേക്ക് കൊണ്ടുപോവാം. ശ്വാസം ഇട്ടുകൊണ്ട് കാലിന്റെ സൈഡിൽ പറ്റാവുന്നത്ര കൈകൾ പതിച്ച് വെച്ചിട്ട് നെറ്റ് കാലിലേക്ക് എടുപ്പിക്കുക. നല്ല വലത് കാല് പുറകിലേക്ക് ഇറക്കി വയ്ക്കുക. തല ഉയർത്തുക. ശ്വാസം എടുക്കുന്നതിന്റെ കൂടെ കൈ അവിടെ താഴെ പതിച്ച് വെച്ചിട്ട് സൂര്യ നമസ്കാരം ചെയ്യണം. നെക്സ്റ്റ് പുഷപ്പ് പോസ്റ്ററിലേക്ക് വരിക. നെക്സ്റ്റ് അഷ്ടാംഗ നമസ്കാരം. കാലിന്റെ മുട്ട് നെഞ്ച് നെറ്റി. നെക്സ്റ്റ് കോബ്ര പോസ്. നെക്സ്റ്റ് മൗണ്ടൻ. നെക്സ്റ്റ് ലെഫ്റ്റ് ലെഗ് ഫോർവേഡ്. ഇടത് കാല് കൈകളിലേക്ക് ചെയ്തിരിക്കുക. നെക്സ്റ്റ് റൈറ്റ് ലെഗ്. പാദഹസ്താസനം പോസ്റ്റർ. നെക്സ്റ്റ് ഹസ്ത ഉത്താനാസനം. നെക്സ്റ്റ് പ്രയർ പോസ്. വീണ്ടും ശ്വാസം എടുക്കുക പുറകിലേക്ക്. ഇടത് കാല് പുറകിലേക്ക് ഇറക്കി വയ്ക്കുക. നേരത്തെ വലത് കാലാണ് ഇറക്കി വെച്ചാൽ ഞാൻ ഇടുക. റൈറ്റ് ലെഗ് ബാക്ക്. പുഷപ്പ് പോസ്റ്റർ. ദണ്ഡാസനം എന്ന് പറയുന്നത്. അഷ്ടാംഗ നമസ്കാരം. ഭുജംഗാസനം. മൗണ്ടൻ. സർവദാസനം. റൈറ്റ് ലെഗ് ഫോർവേഡ്. ലെഫ്റ്റ് ലെഗ് പാദഹസ്താസനം. ഹസ്ത ഉത്താനാസനം. പ്രണാമാസനം. ഒരു സൂര്യ നമസ്കാരം. നല്ല നമുക്ക് പറ്റണ പോലെ ഒരു 3 റൗണ്ട് ചെയ്താണ്. 2 റൗണ്ട് കൂടി ചെയ്താണ്. നല്ല ശ്വാസം എടുക്കുക. നേരെ പുറകിലേക്ക് ചെറിയ രീതിയിൽ മെല്ലെ മെല്ലെ ചെയ്താൽ മതി. കാല് ഭുജംഗാസനം ചെയ്യുമ്പോൾ കാല് കമഴ്ത്തി പതിച്ച് വയ്ക്കും. പറ്റാവുന്ന അത്ര മെല്ലെ ചെയ്താൽ മതി. ഇത് ദണ്ഡാസനമാണ് കേട്ടോ. അപ്പൊ ബാക്ക് സൈഡ് ഉയരാതെ സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കും. അപ്പൊ കാലിന്റെ ഉപ്പുറ്റിയും വിരലുകളൊക്കെ അങ്ങനെ ചേർത്ത് വെക്കണം. അതേപോലെ അരക്കെട്ട് പതിഞ്ഞിട്ടിരിക്കണം. അരയുടെ ഭാഗം പതിയെ. കൈയിന്റെ മുകളിലേക്ക് സ്ട്രെച്ച് കൊടുക്കണ്ട. കൈ മടക്കി വെച്ചാൽ മതി. മൗണ്ടൻ. മാക്സിമം തല ഉള്ളിൽ. ഏത് കാലാണ് ഇറക്കി വെച്ചത് അതിന്റെ ഓപ്പോസിറ്റ് കാല് കൈകളുടെ ഉള്ളിൽ കയറ്റി. പറ്റാവുന്നത്ര കയറ്റി. പാദഹസ്താസനം കൂടി ചെയ്തിട്ട് തിരിച്ചു 3 റൗണ്ട് ചെയ്താൽ മതി. മൂന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ശവാസനം കയറാം. കാലം അങ്ങോട്ട് വെച്ച് കിടണം. കാലം അങ്ങോട്ട് വെച്ച് കിടണം. തല ഇങ്ങോട്ട് വെച്ചിട്ട് കിടണം കേട്ടോ. മതി. ഇതാ വിശ്വാസം. കൈകൾ ഇങ്ങനെ മലർത്തി വയ്ക്കുക. കാല് ഒരടിയകലത്തിൽ വയ്ക്കുക. ഞാൻ ചെയ്യണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ശവാസം.
കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കുക. ആ കിതപ്പൊന്ന് പോകുന്ന അത്രയും സമയം ഒന്ന് വിശ്രമിക്കുക. അതിനുശേഷം കൈകൾ തലയുടെ പുറകിലേക്ക് വയ്ക്കുക. വലത് കാല് മടക്കിയിട്ട് ഇടത് കാലിന്റെ ഇപ്പുറത്തെ സൈഡിൽ പതിച്ച് വയ്ക്കുക. എന്നിട്ട് നല്ല അരക്കെട്ടണം നമ്മൾ ടെസ്റ്റ് ചെയ്യും. കാല് പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തല തിരിക്കും. കാല് പറ്റാവുന്ന അത്ര താഴെ മുട്ടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കിടന്ന് നന്നായി ശ്വാസം എടുത്ത് വിടുക. ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും കാല് കൂടുതൽ കൂടുതൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഓപ്പോസിറ്റ് കാല് അതുപോലെ തന്നെ ചെയ്യും. കൈകൾ അവിടെ പതിച്ചിട്ട് രണ്ട് സൈഡും മാറി മാറിയിട്ട് എത്രത്തോളം പറ്റുന്ന വെച്ചാൽ അങ്ങനെ നിന്നിട്ട് നന്നായി ശ്വാസം എടുത്ത് വിടണം കേട്ടോ. ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും കൂടുതൽ കൂടുതൽ കാല് താഴെ മുട്ടിക്കാൻ ശ്രമിക്കും. രണ്ട് കാലം മടക്കി ഇനി കാല് സ്ട്രൈറ്റ് ആയിട്ട് കൈകൾ തലയുടെ പുറകിലേക്ക്, ഒരു കാല് മാത്രം നേരെ മുകളിലേക്ക് ഉയർത്തുക. ടെസ്റ്റ് ചെയ്യുക. നേരെ നീട്ടി വയ്ക്കുക. ആ നേരെ അല്ല ഓപ്പോസിറ്റ് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളതാണ്. ആ അതന്നെ. എന്നിട്ട് ആ കൈ കൊണ്ട് പിടിക്കണം. ആ കാലിന്റെ കൈ കൊണ്ട് സൈഡിലുള്ള കൈ കൊണ്ട് തള്ളവിരല് പിടിക്കുക. ഇത് നന്നായി സ്ട്രെച്ച് ചെയ്യുക. കാല് ഫുള്ളൊന്ന് പറക്കണം.
ഫുൾ സ്ട്രെച്ച് ചെയ്യാം. മറ്റേ കൈകൾ നിർത്തി വെച്ചോ. മറ്റേ സൈഡ് അതുപോലെ തന്നെ മറ്റേ കൈ കൊണ്ട് പിടിക്കുക. അത് ഓപ്പോസിറ്റ് കൈ ഒന്ന് വരയ്ക്കും. കാലിന്റെ മുട്ട് മാക്സിമം നിവർത്തിക്കോളൂട്ടോ. പറ്റാവുന്ന പോലെ നിവർത്തി വെക്കുക കാല്. തല ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിസ്റ്റ് ചെയ്യുക. കാല് താഴെ വെച്ചോളൂ. നിവർത്താൻ പറ്റുന്നില്ല അല്ലെ? മുട്ട് നിവർത്താൻ പറ്റും. മുട്ട് അല്ല അവിടെ ആ അതെ മുട്ട് നിവർത്തിക്കോ. ഇത് കറക്റ്റാ. കാൽമുട്ട് നിവർത്ത. എന്നിട്ട് കൈ കൊണ്ട് കൈ എത്തണില്ല അല്ലെ? ഒന്ന് മെല്ലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പിടിച്ചിട്ട് നിവർത്തിയാലും മതി. ഉഷാറായിണ്ട്. ഓക്കെ നിവർത്തിക്കോ. മുട്ടൊന്നും ഇങ്ങനെ നിവർത്താൻ പറ്റും. മെല്ലെ മെല്ലെ അവിടെ മുട്ടൊന്ന് നിവർത്തണം കേട്ടോ. മുട്ട് കാലൊന്നും ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കാൻ ശ്രമിക്കണം. മെല്ലെ മെല്ലെ രണ്ട് സൈഡും നന്നായി. റെഡി. ഓക്കെ. നെക്സ്റ്റ് ഒരു കാല് മാത്രം നേരെ മുകളിലേക്ക് ഉയർത്താം. ഉണ്ടോ? ഇങ്ങനെ ഉയർത്താം. കൈകൾ പുറത്തുനിന്ന് പിടിക്കാം. മുട്ട് മടങ്ങാതെ. ഓക്കെ. താഴെ വയ്ക്കുക. തലയും താഴെ വയ്ക്കുക. അടുത്ത കാല് ഉയർത്തുക. മാക്സിമം കാല് അടുപ്പിക്കുക. താഴെ മാറി മാറിയിട്ട് കളിച്ചു. മാറി മാറി. രണ്ട് കാലം ഒരുമിച്ച്. രണ്ട് കാലം ഒരുമിച്ച്. നേരെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്താം. മാക്സിമം അങ്ങനെ എടുപ്പിക്കുക. ആദ്യം നേരെ ഉയർത്താം. ഇങ്ങനെ ഉയർത്താം. കൈകൾ കൊണ്ട് പിടിക്കും. ഇത് കണ്ടോ? ഇങ്ങനെ ഇങ്ങനെ മുട്ടിച്ചാൽ മതി. അല്ലോ മാക്സിമം കാലും കൂടെ താഴേക്ക് അടുപ്പിച്ചാൽ മതി. മുട്ട് മടക്കണ്ട കേട്ടോ. കാലിൽ നിന്ന് വൃത്തി വയ്ക്കുക. മാക്സിമം അടുപ്പിക്കുക. ഇനി കാല് മടക്കുക. രണ്ട് കാലും ഇങ്ങനെ മടക്കിയിട്ട് കൈകൾ കൊണ്ട് പിടിച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്യും. നല്ല കാല് മടക്കുക. പവന മുക്താസനം. അത് കഴിഞ്ഞാൽ മെല്ലെ രണ്ട് കാല് ഉയർത്താം. ഇത് അരക്കെട്ടിന് മാത്രം ഇങ്ങനെ ഉയർത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. അരക്കെട്ട് മാത്രം.
മെല്ലെ അരക്കെട്ടിന് താഴെ. അത് മാത്രം ചെയ്താൽ മതി. അരക്കെട്ടിന് ഉയർത്തുക, താഴെ മെല്ലെ. കണ്ടോ? കൈകൾ കൊണ്ട് താങ്ങാതെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നല്ല ഉയർത്തുക, താഴെ. സർവാംഗാസനത്തിനുള്ള സ്റ്റെപ്പാണല്ലേ? ആ അതന്നെ അതന്നെ. താങ്ങിയ വരും. ആ നല്ല താങ്ങിയിട്ടും ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. തീരെ പറ്റുന്നില്ല. അത് സ്ട്രൈറ്റ് ആക്കണം, ബോഡി സ്ട്രൈറ്റ് ആക്കണം. അതിനുശേഷം മെല്ലെ പറ്റണവര് കാല് ബാക്കിലേക്ക് ഹലാസനം ചെയ്യാം. കണ്ടോ ഞാൻ ചെയ്യണം? കണ്ടോ? വീണ്ടും അതേപോലെ തന്നെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അരക്കെട്ട് താഴെ വയ്ക്കും. എന്നിട്ട് വേണം മെല്ലെ കാല് താഴെ വയ്ക്കും. നല്ല ചെയ്താൽ മതി, വളരെ സ്ലോ. എന്നിട്ട് ശവാസനത്തിൽ കിടക്കാം. കഴിയും. പിന്നെ ഫ്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവരും. നല്ല മതി കേട്ടോ, ബുദ്ധിമുട്ടിട്ട് ചെയ്യരുത്. വളരെ റിലാക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. ആ മെല്ലെ മെല്ലെ. ഓക്കെ, ശവാസനത്തിൽ കിടക്കാം. മതി, കുറേശ്ശെ മതി.